ഹായ് ആൾ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം. അപ്പോ നമ്മള് 2025 നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ സൈക്കോളജിയുടെ ആദ്യത്തെ ക്ലാസ് ആണ്, അക്കാഡമിക് റൈറ്റിംഗ് ആണ്. അപ്പൊ എന്തുകൊണ്ട് അക്കാഡമിക് റൈറ്റിംഗില് തുടങ്ങുന്നത് വിചാരിച്ചാല്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നിട്ട് പരാതി പറയുന്നത്, അല്ലെങ്കിൽ സങ്കടം പറയുന്നത്, പരാതിയല്ല സങ്കടം പറയുന്നത്, ഇംഗ്ലീഷ് എഴുതാൻ അറിഞ്ഞുകൂടാ, മലയാളം മീഡിയം ആണ് പഠിച്ചത്, 10ാം ക്ലാസ് +2 ഒക്കെ, അപ്പൊ ഇംഗ്ലീഷ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. ഞങ്ങൾ നിസ്സഹായരാണ്. അപ്പോ ഞാൻ നോക്കുന്ന സമയത്ത് ഈ അക്കാഡമിക് റൈറ്റിംഗ് എന്ന പേപ്പർ ഞാൻ ഈ വർഷത്തേക്ക് മാറ്റി വെച്ചൊരു പേപ്പറായിരുന്നു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് അറിയാത്തവർക്ക്. അപ്പൊ ഇവിടെ ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ടാണ് നമ്മുടെ ജോയിൻ ചെയ്ത് കുട്ടികളും ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ സൈക്കോസ്റ്റയിൽ ജോയിൻ ചെയ്യുന്ന ആൾക്ക്, അത് ഫസ്റ്റ് ഇയറിലായിക്കോട്ടെ, സെക്കൻഡ് ഇയറിലായിക്കോട്ടെ, തേർഡ് ഇയറിലായിക്കോട്ടെ, ആരായാലും സൈക്കോസ്റ്റയിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പേപ്പർ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ജോയിൻ ചെയ്ത കുട്ടികൾ, അത് ഫസ്റ്റ് ഇയർ ആയിക്കോട്ടെ, സെക്കൻഡ് ഇയർ ആയിക്കോട്ടെ, തേർഡ് ഇയർ ആയിക്കോട്ടെ, സെക്കൻഡ് ഇയറിൽ ഇത് എടുത്തവർ എന്തായാലും ഇതിനായിട്ടൊരു നോട്ട്ബുക്ക് മേടിച്ച് വെക്കണം. ഞാൻ വർക്ക് തരും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ടച്ച് വിട്ടതോ അല്ലെങ്കിൽ കുറെ കാലമായിട്ട് പഠനം നിർത്തിയിട്ടൊക്കെ ആയിരിക്കും പലരും ഈ ഒരു സബ്ജക്റ്റ് ഇപ്പൊ എടുത്ത് ഡിഗ്രി ചെയ്യുന്നത്. ഒരു എക്സാം എഴുതുമ്പം വായിച്ച് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി കാരണം നിങ്ങൾ നോട്ടൊന്നും എഴുതുന്നില്ല, വെറുതെ നോട്ട് വായിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ വായിക്കുന്നത് പോയി എഴുതാണ്. സോ എഴുതി തന്നെ നമുക്ക് താഴക്കം വരണം, എന്നാൽ മാത്രമാണ് എക്സാം. അത് അസൈൻമെന്റ് നോക്കി പകർത്തുന്ന പോലെയല്ല. അപ്പൊ ഈ വർഷം മുതൽ ഞങ്ങൾ സൈക്കോളജിയിൽ വളരെ കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും വർക്ക്സ്. എന്നിട്ട് ആ വർക്ക്സ് ഞങ്ങൾ തന്നെ അനലൈസ് ചെയ്യും. എന്നിട്ട് നിങ്ങളെ ഇംപ്രൂവ് ചെയ്തിട്ട് ജൂണിലേക്കോ ഡിസംബറിലേക്കോ എക്സാമിന് പാകത്തിലാക്കും. ഇത് ഞങ്ങൾ തരുന്നൊരു വാക്കാണ്. സോ സൈക്കോളജിയിലെ എല്ലാ വിഷയത്തിലും നമ്മൾ ഇത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ നിങ്ങളെ കൊണ്ട് തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും 2 വരി നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ എക്സാം എഴുതുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. സോ BEGG 173 അക്കാഡമിക് റൈറ്റിംഗ്. അവിടെ അക്കാഡമിക് റൈറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് കോഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ആദ്യം പറയാണ് കേട്ടോ. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു അക്കാഡമിക് റൈറ്റ് പേപ്പർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കി. അവർ പറയുന്നത് എന്താ? ഡിയർ ലേണർ, വെൽക്കം ടു ദ കോഴ്സ് അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷൻ. അക്കാഡമിക് റൈറ്റിംഗ് കോമ്പോസിഷൻ ആണ് BEGG 173. This is a generic course of 6 credit offered in 5th semester of BA General and the 3rd semester of BA Honors program. അതായത് BA ജനറലുകാർക്ക് 6ാമത്തെ സെമസ്റ്ററിലും BA ഹോണേഴ്സുകാർക്ക് 3ാമത്തെ സെമസ്റ്ററിലും വരുന്ന ഒരു ജനറിക് പേപ്പർ ആണ്. എന്താണ് ഈ പേപ്പറിനെ പറ്റി പറയുന്നത്? ആസ് സ്റ്റുഡൻസ് വി റെഗുലർലി നീഡ് ടു റൈറ്റ് അസൈൻമെന്റ്സ് വിച്ച് ഇൻക്ലൂഡ് എസ്സേസ്, റിപ്പോർട്ട്സ്, പ്രോജക്ട്, സമ്മറീസ്, റിവ്യൂസ് ആൻഡ് സോ ഓൺ. കേട്ടോ, നമുക്ക് സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് അസൈൻമെന്റ് എഴുതേണ്ടി വരും. അതിൽ എസ്സേ, റിപ്പോർട്ട്, പ്രോജക്ട്, സമ്മറി ഒക്കെ വരും. We sometimes face difficulties while writing this. നമ്മൾ ഇതൊക്കെ എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. Even when we know the subject thoroughly, സബ്ജക്ട് നന്നായിട്ട് അറിയാമെങ്കിലും, because we are not bringing the purpose of writing for academic purpose. കാരണം പ്രോസസ് ഓഫ് റൈറ്റിംഗ് അക്കാഡമിക്, അതായത് നമുക്ക് വിഷയം നന്നായിട്ട് അറിയെങ്കിൽ പോലും അക്കാഡമിക് റൈറ്റിംഗ് എന്ന പ്രോസസ് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പർപ്പസ് നന്നായിട്ട് നടക്കാത്തത് കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. In this course, 6 credits we focus on the aspect to be considered to make academic writing effective. നിങ്ങൾ അക്കാഡമിക്കലി എഴുതുന്ന കാര്യം എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉള്ളത്. സോ ഇത് എടുക്കാത്തവർക്കും ഈ സബ്ജക്ട് പഠിച്ചാൽ വൃത്തിക്ക് അസൈൻമെന്റ് എഴുതാം, വൃത്തിക്ക് എക്സാം എഴുതാം, എല്ലാം പറ്റും. We begin by discussing the critical thinking skill necessary for more reflective thinker, reader and writer. തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ക്രിട്ടിക്കൽ തിങ്കിങ് വെച്ചിട്ടാണ്. ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം, അതിനെപ്പറ്റി ക്രിട്ടിക്കലി തിങ്ക് ചെയ്താൽ മാത്രമാണ് വൃത്തിക്ക്. അപ്പൊ ഞാൻ വാരി വലിച്ച് എഴുതുന്ന കൂട്ടത്തില്, നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, ഞാനൊരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡന്റ് ആയിരുന്നു. അതായത് PGക്ക് എനിക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു എല്ലാ സബ്ജക്റ്റിലും. അതായത് ഞാനൊരു വിഷയം പഠിക്കുന്ന സമയത്ത് ഞാനൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി ഒരുപാട് വാരി വലിച്ചില്ലെങ്കിൽ കണ്ടന്റ് ഓൺ ദ, കാരണം എന്നെക്കാളും പേപ്പേഴ്സ് എടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ വളരെ ലിമിറ്റഡ് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ബിക്കോസ് എന്റെ കണ്ടന്റ് അവിടെ വളരെ സ്പഷ്ടമായിട്ട് ഞാൻ കൊടുക്കും. എന്റെ ആൻസർ ഷീറ്റ്സ് ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ്? We then focus on what makes academic writing different from non-academic writing. ഇവിടെ non-academic writing പോലെ academic writing on the point ആണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വരും. And proceed to introduce you to different kinds of academic writing. ഈ ഒരു വിഷയത്തില് ഒത്തിരി അക്കാഡമിക് റൈറ്റിംഗ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്.
We also discussed the aspect to be considered while writing: paragraph, composition, skills such as summary writing, note making, note taking, all of which we will extremely useful, not just in your student life, but also later at the workplace. Kando student life le maatralla ningala joliyil pole ningale help cheyan paragraph ezhuda, composition ezhuda, summary writing, note undakka, note ezhuda, ഇതിലൊക്കെ ഈ ഒരു സബ്ജക്ട് നിങ്ങളെ ഭാഗത്തിലാക്കും. ഇതാണ് BEGT 173 അക്കാഡമിക് റൈറ്റിംഗ്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് നോക്കാം. കോഴ്സിന്റെ കണ്ടന്റ് ഫസ്റ്റ് ബ്ലോക്കിൽ ഇംപ്രൂവിംഗ് ദ ബേസിക്സ് ആണ്. അതില് ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ആൻഡ് ഇന്റർപ്രിറ്റേറ്റീവ് തിങ്കിങ് സ്കിൽ ഉണ്ട്. ദ പ്രോസസ് അപ്രോച്ച് ടു റൈറ്റിംഗ്, അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് റൈറ്റിംഗ്, കൈൻഡ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്. ഇതാണ് 4 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. കമ്മിങ് ടു സെക്കൻഡ് ബ്ലോക്ക്, റൈറ്റിംഗ് എഫക്റ്റീവ്ലി ആണ്. ദ ബേസിക്സ് ഓഫ് റൈറ്റിംഗ്, റൈറ്റിംഗ് എ പാരഗ്രാഫ്, ഡെവലപ്പിംഗ് എ കോൺവെർസേഷൻ, ഇഷ്യൂസ് ഓഫ് കോപ്പിറൈറ്റ് ആൻഡ് പ്ലഗ്യാരിസം. മൂന്നാമത്തെ ബ്ലോക്കിൽ ഡെവലപ്പിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പോസിഷൻ ആണ്. അതിൽ എക്സ്പോസിറ്ററി റൈറ്റിംഗ്, നറേറ്റീവ് റൈറ്റിംഗ്, ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ്, പെർസ്യൂസീവ് റൈറ്റിംഗ് വരുന്നുണ്ട്. നാലാമത്തെ ബ്ലോക്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആണ് വരുന്നത്. റൈറ്റിംഗ് റിപ്പോർട്ട്സ്, റൈറ്റിംഗ് പ്രപ്പോസൽ, ബുക്ക് ആൻഡ് മീഡിയ റിവ്യൂസ്, ലേണിംഗ് ടു എഡിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് അക്കാഡമിക് റൈറ്റിംഗിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക്, എസ്പെഷ്യലി നിങ്ങൾ PG ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും മനസ്സിലായോ? വെരി ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ, അനലിറ്റിക്കൽ ആൻഡ് ഇന്റർപ്രിറ്റേറ്റീവ് തിങ്കിങ് സ്കിൽ. എഴുതുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കണം അല്ലെ. അപ്പൊ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വിരൽത്തുമ്പിലൂടെ പുസ്തകത്തിലേക്ക് വരുന്നത്. സോ എഴുതുമ്പം നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം ആദ്യം. അപ്പൊ ആ ചിന്തകളെ പറ്റിയാണ് നമ്മൾ ആദ്യം, അതായത് ക്രിട്ടിക്കൽ, അനലിറ്റിക്കൽ ആൻഡ് ഇന്റർപ്രിറ്റേറ്റീവ് തിങ്കിങ് സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. Critical thinking help you understand why people behave in the way they do, and very importantly, it enhances your capacity to contribute to social change. Critical thinking ഒരു കാര്യത്തെ കാരണ സഹിതം കീറി മുറിച്ച് അതിനെ അനലൈസ് ചെയ്ത് ചിന്തിക്കുന്നതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് ഇപ്പൊ ഒരാള് വഴിയിൽ നിൽക്കുന്നു, ഒരു ആക്സിഡന്റ് കാണുന്ന അയാൾ പ്രതികരിക്കുന്നില്ല. അപ്പൊ അതെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ചിലപ്പം അയാൾക്ക് ഇതിനു മുന്നിൽ ആക്സിഡന്റ് അയാൾ രക്ഷപ്പെടുത്തിയിട്ട് അയാൾ കേസിൽ പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ടെൻഷൻ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് പറ്റാതായിരിക്കാം. പിന്നെ പല രീതിയിൽ ചിന്തിച്ചായാലും എന്താണ് കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അതായത് ഒരു വിഷയത്തെ പറ്റി ആധികാരികമായിട്ട് വളരെ കീറി മുറിച്ച് അനലൈസ് ചെയ്യുന്നതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അത് സോഷ്യൽ ചേഞ്ച്, ഒരു വിഷയത്തെ പറ്റി നമ്മൾ ഒരു സാധനം മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. ഇപ്പൊ ഒരു റീസെന്റ് ഇഷ്യൂ ഞാൻ പറയാം. ഹണി റോസ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പലരും ഹണി റോസിന് വളരെ മോശപ്പെട്ട രീതിയിൽ കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പൊ എല്ലാരും പറയുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണം അങ്ങനെ ഇങ്ങനെ. മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ നമ്മൾ അല്ലെ, ഇന്ത്യൻ പീനൽ കോഡ് നമുക്കൊരു വസ്ത്ര സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു വസ്ത്രവും സ്ത്രീ ധരിച്ചിട്ടില്ല. വി ഹാവ് ടു റെസ്പെക്ട് ദം. സോ ആ ഒരു വിഷയത്തിൽ നമ്മൾ കീറി മുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും വസ്ത്രം ധരിക്കാം. ഇന്ത്യൻ പീനൽ കോഡ് അവർക്ക് അനുവദിച്ചിട്ടുള്ള വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് നൽകുന്ന ഒരു വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട്. അതനുസരിച്ച് അവർ നടന്നോട്ടെ. നമ്മൾ ആരുമല്ല എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വസ്ത്രം ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്തൊരു വസ്ത്രം ഞാൻ ധരിക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ പറ്റി എന്തും പറയാന്നുള്ള ഒരു സംഭവമില്ല. അതായത് എന്നെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ആളല്ല, അല്ലെങ്കിൽ എന്നെ സെക്ഷൽ കണ്ടന്റ് ആയിട്ട് പറയാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല. ദിസ് ഇസ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് ചില ആളുകൾ പറയുന്നുണ്ട് അവളുടെ വസ്ത്രധാരണം കൊണ്ടാണ് പ്രസ്തുത വ്യക്തി ഹണി റോസിനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വസ്ത്രധാരണം എന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ്, അതിൽ തെറ്റൊന്നും ഇല്ലാത്തടത്തോളം കാലത്തോളം എന്നെ പറ്റി യാതൊരു കാരണവശാലും ഇങ്ങനെ പറയാനുള്ള റൈറ്റ്. ഇത് ക്രിട്ടിക്കൽ തിങ്കിങ്. Okay, 3 essential components that are common across many definitions. ഇനി എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ 3 ഡെഫിനിഷൻ നോക്കാം. The capacity to comprehensively judge different objects, ideas and even people. അർത്ഥവത്തായിട്ട് ജഡ്ജ് ചെയ്യാം. അതായത് ഇപ്പൊ പലരും ഈ ഒരു ഹണി റോസ് ഇഷ്യൂന് ഹണി റോസിന് കരുവാക്കി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് എന്നല്ല, ഏതൊരു സ്ത്രീയോ ഏതൊരു പുരുഷനെയോ ലൈംഗിക സംസാരിക്കാൻ ആർക്കും റൈറ്റ് ഇല്ല. അപ്പൊ കോംപ്രിവേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ അർത്ഥവത്തായിട്ട് ജഡ്ജ് ചെയ്തതിന് ഒബ്ജക്റ്റിന് ഐഡിയയെ ഈവൻ മനുഷ്യനെ പോലെ. Moreover, one is able to reflect on the basis of judgment itself and improve one's judgment over time. കേട്ടോ, അതുപോലെ തന്നെ എന്റെ ജഡ്ജ്മെന്റിന് ഇപ്പം പലരും ഹണി റോസിനെ തെറ്റായിട്ട് ജഡ്ജ് ചെയ്തില്ലെങ്കിൽ ആ ജഡ്ജ്മെന്റിനെ പറ്റിയിട്ട് ഒന്നും കൂടി ക്രിട്ടിക്കലി തിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ജഡ്ജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാം. അതായത് ഒരു ജഡ്ജ്മെന്റ് കോംപ്രിഹേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എടുത്തൊരു ജഡ്ജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാം. അതൊക്കെ ചെയ്യുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയാണ്. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ വേറൊരു ഡെഫിനിഷൻ നോക്കിയേ, ദ കപ്പാസിറ്റി ടു ക്ലോസ്ലി റീഡ് ഡിഫറെന്റ് ടെക്സ്റ്റ്. ദിസ് ഇൻവോൾവ് ഐഡന്റിഫൈ കോണ്ടെക്സ്റ്റ് ആൻഡ് അനലൈസിംഗ് ദ ഡീറ്റെയിൽ ഓഫ് എ ടെക്സ്റ്റ്. കണ്ടോ, ഒരു ടെക്സ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ക്ലോസ്ലി റീഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതും ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ വരെയാണ്. ഇനി മൂന്നാമത് കപ്പാസിറ്റി ടു ക്വസ്റ്റ്യൻ ആൻഡ് റീക്രിയേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് മീനിങ്. കേട്ടോ, ചോദ്യം ചെയ്യുക എന്നിട്ട് റീക്രിയേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് മീനിങ്. അതായത് പണത്തിന് വേണ്ടിയിട്ടാണ് ആ സ്ത്രീ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫേമസിന് വേണ്ടിയിട്ടാണ് ആ സ്ത്രീ പരാതി കൊടുത്തത് എന്ന് പലരും എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതൊന്ന് റീക്രിയേറ്റ് ചെയ്യുക. അതായത് എന്റെ സ്ത്രീത്വത്തെ ആരപമാനിച്ചാലും ഞാൻ അതിനെതിരെ പ്രതികരിക്കും. കണ്ടോ, ക്രിട്ടിക്കൽ തിങ്കിങ്. മൂന്ന് കാര്യങ്ങളാണ്. കമ്പാരിറ്റീവ്ലി ജഡ്ജ് ചെയ്യുക ഡിഫറെന്റ് ഒബ്ജക്ട് ഐഡിയാസ് ഈവൻ പീപ്പിൾ. രണ്ടാമത്തെ എന്താണ്, ക്ലോസ്ലി റീഡ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുക ഡിഫറെന്റ് ടെക്സ്റ്റസ്. മൂന്നാമത്തത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി, അത് റീക്രിയേറ്റ് ചെയ്യാൻ, മീനിങ് റീക്രിയേറ്റ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ വളരെ, ഇപ്പൊ നിങ്ങളുടെ ഭർത്താവിനെ പറ്റിയിട്ടോ സിബ്ലിങ്സിനെ പറ്റിയിട്ടോ ഇൻലോസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊന്നുകൂടി ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കാം. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക, നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക, കീറി മുറിച്ച് അനലൈസ് ചെയ്യുക. അത് ക്രിട്ടിക്കൽ തിങ്കിങ്. എന്നിട്ടൊരു സൊല്യൂഷനിലേക്ക് എത്തുക. Critical thinking implies that you do not take things for granted, that you do not simply accept what is presented to you as true by established authorities. ഈ ഒരു പോയിന്റ് ആണ് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിന്. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങളെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കും. ആരോ നിങ്ങൾക്ക് അടിച്ചേൽക്കുമ്പോൾ ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് ആ സ്ത്രീ അങ്ങനെ പറ്റി പറയാൻ കാരണം എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ശരി എന്നുള്ളത്. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്തിനോ വേണ്ടി എടുക്കല്ല, നിങ്ങൾ എന്റെ ഇഴ കീറി പരിശോധിച്ചിട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്തുകയാണ്. അത് അതോറിറ്റി ഫിഗേഴ്സ് ആരോ അടിച്ചേൽപ്പിച്ച ട്രൂ അല്ല, നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്ത്, സിംപ്ലി വെറുതെ അക്സെപ്റ്റ് ചെയ്യല്ല, വളരെ ആധികാരികമായിട്ട് ചിന്തിച്ച് എടുക്കുന്ന ഒരു തീരുമാനമാണ്. സോ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാല് ഒരു വിഷയം വളരെ ആധികാരികമായിട്ട് കീറി മുറിച്ച് ഇഴ കീറി പരിശോധിച്ച് അതിലേക്കൊരു സൊല്യൂഷനിലേക്ക് എത്തുക. ഓക്കെ ആണോ? ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്ന് ഞാൻ സമകാലീനമായിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ ഇന്ന് ആ പോസ്റ്റ് വായിച്ചു. അപ്പോ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം, ഐ വാസ് വെരി ഷുവർ, എനിക്ക് അതിൽ ഒരു തെറ്റും തോന്നിയിട്ടില്ല. ഇന്ന് വീണ്ടും ഹണി റോസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് വായിച്ചു, വെരി ഹാപ്പി. എന്നിരുന്നാലും ഇതേ ഒരു അവസ്ഥ തന്നെ മുൻപ് സുരേഷ് ഗോപിയുടെ ഇഷ്യൂലും ഒരു മാധ്യമ പ്രവർത്തകയുടെ കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ആ ഇഷ്യൂ അറിഞ്ഞിട്ടുണ്ടാവും. അച്ഛന്റെ വാത്സല്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അതിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അച്ഛനായാലും മുത്തച്ഛനായാലും എന്റെ ശരീരം എന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നിങ്ങൾക്ക് ആർക്കും വന്ന് ചുമ്മാ തൊടാനുള്ള ഒരു റൈറ്റ് ഇല്ല. അത് അച്ഛന്റെ വാത്സല്യം ആയിക്കോട്ടെ, മുത്തച്ഛന്റെ സ്നേഹം ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ച യു ക്യാൻ ടച്ച് മീ, അതർവൈസ് ഇറ്റ് ഇസ് എൻ ഒഫൻസ്. അത്രയേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നം. ഒരു വിഷയത്തെ പറ്റി വളരെ ആധികാരികമായിട്ട് രണ്ട് സൈഡിൽ നിന്നൊക്കെ ചിന്തിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന് എല്ലാരും പറഞ്ഞേ. മാം, അപ്പോ ഇങ്ങനെയുള്ള കേസിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്യുമല്ലോ അല്ലെ? ഓരോ ആളെ. പക്ഷെ അതെന്താ പറയുക, നമ്മൾ പേഴ്സണൽ വ്യൂസ് എടുക്കരുത്. അപ്പൊ നമ്മൾ അതിന്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് നോക്കാം, നമുക്ക് സെർച്ച് ചെയ്യാം, നമുക്ക് എന്നിട്ട് നമ്മളായിട്ടൊരു ഡിസിഷൻ എടുക്കാം. അതായത് ആ വിഷയത്തെ പറ്റി ആധികാരികമായിട്ട് പേഴ്സണൽ ഒപ്പീനിയൻ അവിടെ വരില്ല അസ്മിന. അവിടെ എന്താ വരിക, നമ്മൾ അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട്, ഇപ്പൊ നിങ്ങൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് ഞാൻ നിനക്ക് ഫ്രീ അസൈൻമെന്റ്സ് ഒന്നും തരൂല കേട്ടോ, ആ ഒരു പരിപാടിയെ സൈക്കോസ്റ്റൈൽ ഇല്ല, ഞാൻ ടെക്സ്റ്റ് ബുക്സ് അതൊക്കെ. അപ്പം ഒരു വിഷയം ഇപ്പം എന്താണ് BPSC 101 ഒരു 3 ടെക്സ്റ്റ് ബുക്ക് തരും. 3ലും എന്തുണ്ടാവും,
ഈ ടോപ്പിക് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ ഒരു ടോപ്പിക് ഉണ്ട് ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പൊ ക്രിയേറ്റീവ് തിങ്കിങ് 3 ടെക്സ്റ്റിലും ഉണ്ടാവും. അപ്പൊ 3 ടെക്സ്റ്റും വായിച്ചു നോക്കി അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എടുത്തെഴുതാം. അപ്പൊ അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആധികാരികം വന്നിട്ട് അത് എടുത്തെഴുതാം. ദാറ്റ്സ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് ഇതിന് ആധികാരികത പരിശോധിച്ചിട്ടാണ്, ഞാൻ സ്വയം അങ്ങ് വിലയിരുത്തില്ല. ഹണി റോസിന്റെ വസ്ത്രധാരണം തെറ്റാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നേരെ മറിച്ച് ആ തെറ്റാണ് നമ്മൾ അന്വേഷിക്കണം. ഇന്ത്യൻ പീനൽ കോഡ് എന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾക്ക് ഒരു വസ്ത്രധാരണത്തിനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ വ്യതിചലിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്ത് വസ്ത്രം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കുന്നത്, അതുപോലെ ആ കുട്ടിക്കും ഉണ്ട്. അങ്ങനെ അതാണ് എന്ത് ക്രിട്ടിക്കൽ തിങ്കിങ്. അതെ, ഞാൻ പറയുന്നത് അത് ടോപ്പിക് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആധികാരികമായിട്ട് ഇങ്ങനെ ചിന്തിച്ചാലും ചെറുങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ മാറുമല്ലോ എന്നുള്ളത് ചോദിച്ചതാണ്. മാറും. പക്ഷെ അപ്പൊ എന്താവും, നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവും. ഞാൻ ഇതൊക്കെ നോക്കിയിട്ടും ഇതിലാണ് ഉറച്ചു നിൽക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് വരൂലേ? ഇത്രയൊക്കെ നോക്കിയിട്ടും ഞാൻ എടുക്കുന്ന തീരുമാനം. സോ ദാറ്റ് ഇസ് യുവർ കോൺഫിഡൻസ് ലെവൽ. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഞാൻ ഏതൊരു വിഷയത്തിലും ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യാതെ ഒരു കാര്യം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നോ പറയുന്നത് നോ എന്ന് പറയും. ബിക്കോസ് അതിന്റെ എല്ലാ വശവും നോക്കിയിട്ടായിരിക്കും ഞാൻ നോ പറയുന്നത്. ആൻഡ് ഐ ഹാവ് റീസൺ എന്തുകൊണ്ട് ഞാൻ നോ പറഞ്ഞു. ഞാൻ പറഞ്ഞേ, ഇപ്പം ഹണി റോസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് എന്റേതായിട്ടുള്ള റീസൺ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും വിത്ത് എവിഡൻസ്. ആൻഡ് ഓൾസോ സുരേഷ് ഗോപിയുടെ ഇഷ്യൂലാണെങ്കിലും ആസ് എ സൈക്കോളജിസ്റ്റ് അന്നൊക്കെ പെൺകൊച്ചിനെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടിട്ടാണ് എന്തൊക്കെ കമന്റ്സ് ആയിരുന്നാലും കാര്യം കണ്ടാലും മതി കോലം, അതിനൊക്കെ ആരെങ്കിലും തൊടുവോ? സുരേഷ് ഗോപിക്ക് വേറെ ആളെ കിട്ടാണ്ടാണ്. ഇതൊക്കെയാണ് ആളുകളുടെ മെന്റാലിറ്റി. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ വിരൂപി ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ അഗ്ലി ആയിക്കോട്ടെ, ഞാൻ സൗന്ദര്യം ഇല്ലാത്തവളായിക്കോട്ടെ, പക്ഷെ എനിക്ക് എന്റെ സെൽഫ് റെസ്പെക്ട് ഉണ്ട്. എന്റെ ബോഡിയിൽ ആരെ ടച്ച് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കാം. അതെന്റെ റൈറ്റ് ആണ്. ദിസ് ഇസ് വാട്ട് വി കോൾ എ ക്രിട്ടിക്. അത് എന്തുകൊണ്ട്, ഇപ്പൊ ഞാൻ എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ സുരേഷ് ഗോപിനെ സപ്പോർട്ട് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ആധികാരികമായിട്ട് വാലിഡ് റീസൺസ് ഉണ്ടാവണമെങ്കിൽ യു ഹാവ് ടു ക്രിട്ടിക്കലി തിങ്ക് അബൌട്ട്. അപ്പോഴാണ് നമുക്ക് അതിനെ പറ്റി ആധികാരികമായിട്ട് പറഞ്ഞെടുക്കാൻ വേണ്ടി. ഓക്കെ ആണോ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സൈക്കോളജി സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം. എസ്പെഷ്യലി ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ഇനി ഫണ്ടമെന്റൽ എലമെന്റ്സ് ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഫണ്ടമെന്റൽ എലമെന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വണ് ലിസ്ണിംഗ് ആൻഡ് ഒബ്സർവ്. പറയണല്ലോ, മറ്റുള്ളവരെ പറയുന്ന കേൾക്കണം, ഒബ്സർവ് ചെയ്യണം. എന്നോട് ഇവിടെ പേഷ്യൻസ് വന്നിട്ട് പല കാര്യങ്ങളും പറയണം. ചിലതൊന്നും എനിക്ക് അറിയാത്തെങ്കിൽ ഞാൻ കേട്ടിരിക്കും, ഞാൻ ഒബ്സർവ് ചെയ്യും. ഞാൻ ചിലപ്പോൾ പോയിട്ട് എന്താക്കും, ഡാറ്റ ഗാദറിംഗ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചോദിച്ചില്ലേ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്. ലിസ്ണിംഗ് ആസ് യു നോ ഇൻ ആൻ എവറി ആക്ടിവിറ്റി ഇസ് ആൻ എവറിഡേ ആക്ടിവിറ്റി അല്ലെ, ലിസൺ ചെയ്യാന്നുള്ളത്. ആൻഡ് സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കും ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ് എന്ത്, ലിസൺ ചെയ്യാന്നുള്ളത്. Active listening involves attentively comprehending the content as well as observing the context in which one is speaking. കണ്ടോ, ലിസ്ണിംഗ് എന്ന് പറയുന്നത് ഒരു എവറിഡേ ആക്ടിവിറ്റി ആണ്. ആക്റ്റീവ് ലിസ്ണിംഗ് വേണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, അവർ പറഞ്ഞ കോംപ്രിഹെൻഡിങ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കണം. ഒരു വിഷയം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ അർത്ഥം മനസ്സിലാക്കുന്ന രീതിയിൽ അത് ശ്രദ്ധിക്കണം. As well as observing the context in which one is speaking. Especially നമ്മൾ സൈക്കോളജിസ്റ്റ് ആയിരിക്കുമ്പോൾ അവരവരുടെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. അതുപോലെ ഏത് സാഹചര്യത്തിനെ പറ്റിയിട്ടാണ് അവർ സംസാരിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. Observing involves noticing the various details that constitute any event or text without strong preconception and biases. അതാണ് മുൻവിധി ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഡീറ്റെയിൽസും പരിശോധിക്കുന്നതിനാണ് ഒബ്സർവിങ് എന്ന് പറയുന്നത്. അതായത് ആക്റ്റീവ് ലിസൺ ചെയ്യുക, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, ആൻഡ് മുൻവിധി ഇല്ലാതെ, അതായത് ഹണി റോസിനെ പറ്റിയിട്ടും ബോച്ചയെ പറ്റിയിട്ടും ഒരു മുൻവിധി ഇല്ലാതെ ഈ കേസിനെ പറ്റി ചിന്തിക്കുക. രണ്ടാളുടെ ഭാഗത്ത് നിൽക്കാതെ ഈ കേസിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ക്രിട്ടിക്കൽ തിങ്കിങ് കിട്ടും. അപ്പം ലിസണിങ്ങും ഒബ്സർവിങ്ങും എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രിട്ടിക്കൽ, അതായത് ഒരു വിഷയത്തെ പറ്റി ആധികാരികമായിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ ആ വിഷയത്തെ പറ്റി മറ്റൊരാൾ പറയുന്ന സമയത്ത് അത് വളരെ വൃത്തിക്ക് കേട്ട് നിൽക്കുക. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒരു മുൻവിധിയും ഇല്ലാണ്ട് ഒബ്സർവ്. രണ്ടാമത്തത്
ഗ്യാതറിംഗ് ഡാറ്റ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വസ്ത്രധാരണത്തിന്റെ ഭാഗം പോയിട്ട് വായിച്ചു നോക്കാം. അതൊരു ഗ്യാതറിംഗ് ഡാറ്റയാണ്. അതാണ് ബോത്ത് ലിസ്ണിംഗ് ആൻഡ് ഒബ്സർവിംഗ് ആർ റിക്വയർഡ് ടു ഗ്യാദർ ദ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ ത്രൂ വിച്ച് യു ക്യാൻ മേക്ക് സെൻസ് ഓഫ് തിങ്. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോയിട്ട് ഡാറ്റ ഗ്യാദർ ചെയ്യാം. When you read a book, the data includes the words and sentences, the references and example used in the social context and interaction of the author. അത് നമ്മളൊരു ബുക്കിൽ നിന്നാണ് ഡാറ്റ എടുക്കുന്നെങ്കിലോ ആ ബുക്കിന്റെ നമ്മൾ എന്ത് നോക്കണം, അവിടെ ഓരോ സെന്റൻസും നോക്കണം, റെഫറൻസസ് നോക്കണം, സോഷ്യൽ കോണ്ടെക്സ്റ്റ് നോക്കണം, എല്ലാം നോക്കണം. When you listen to classroom lectures and discussion, നിങ്ങളിപ്പം ഒരു ക്ലാസ് റൂം ലെക്ചർ അല്ലെങ്കിൽ ഡിസ്കഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, the data includes the verbal content of the teacher. ഞാൻ പറയുന്ന verbal content, ഫെലോ സ്റ്റുഡൻസ്, ഇപ്പൊ ഞാൻ പറയുമ്പോൾ അസ്മിൻ ഒരു ഡൗട്ട് ചോദിച്ചു, ഫെലോ സ്റ്റുഡൻസ് പറയുന്ന ഒപ്പീനിയൻസ്, ബോഡി ലാംഗ്വേജ് ഓഫ് ദി സ്പീക്കർ ആൻഡ് യൂസ് ഓഫ് ഒബ്ജക്ട്സ് സച്ച് ആസ് ബ്ലാക്ക് ബോർഡ് ആൻഡ് പ്രൊജക്ടർ ഒക്കെ നമ്മൾ ഡാറ്റ ഗ്യാതറിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി organization and labeling the data. After having gathered the required information, you will now have to organize and label the data. To organize the data, you will need to identify patterns and assess how the data can be organized under a specific label or categories. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം. ഏത് രീതിയിലാണ് ഇപ്പൊ ഒരു അസൈൻമെന്റ് ചെയ്യുന്നതിലേക്ക് നമുക്ക് ഇത് വരികയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ആദ്യം ഞാൻ ക്ലാസ് എടുത്തരും ഈ ക്വസ്റ്റ്യൻ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് വരാന്നുള്ളത്, അത് നിങ്ങൾ ലിസൺ ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ബുക്കൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ ഗ്യാദർ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്ത്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. അപ്പൊ ഞാൻ പറഞ്ഞു നേച്ചർ ആൻഡ് സ്കോപ്പ് തീംസ് ആൻഡ് വേരിയേഷൻ എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ബേസിക്സ് ആൻഡ് ബിയോണ്ട്സ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്നുള്ള ബാരൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇങ്ങനെ 4-4 ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾ അതൊക്കെ വളരെ ആധികാരികമായിട്ട് കേട്ടിരിക്കുകയാണ്, ഒബ്സർവ് ചെയ്യാണ്, അതാണ് ലിസ്ണിംഗ് ആൻഡ് ഒബ്സർവിങ്. എന്നിട്ട് ഈ പുസ്തകങ്ങൾ ഞാൻ ടെലിഗ്രാമിൽ അയച്ചു തരുമ്പോൾ ഈ പറഞ്ഞ ഒരു ഏരിയ പോയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുന്നത് ഗ്യാതറിംഗ് ഡാറ്റയാണ്. എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് വൃത്തിക്ക് പേപ്പറിൽ ഇരുന്ന് എന്താണ്, ഓർഗനൈസിങ് ആൻഡ് ലേബലിംഗ് ദ ഡാറ്റയാണ്. കണ്ടോ, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ എന്താണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യാണ്, ലിസൺ ചെയ്യാണ്, എന്നിട്ട് ഞാൻ പറഞ്ഞ പുസ്തകങ്ങൾ നിങ്ങൾ പോയിട്ട് നോക്കി ഏത് ആ വിഷയത്തിൽ 3 ടെക്സ്റ്റിലും ഉണ്ട്, അത് വായിച്ച് നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് പേപ്പറിലേക്ക് എഴുതുന്നതാണ് ഓർഗനൈസിങ് ആൻഡ് ലേബലിംഗ് ഡാറ്റ. അപ്പൊ ഫണ്ടമെന്റൽ എലിമെന്റ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നത് 3 എണ്ണമാണ്: ലിസ്ണിംഗ് ആൻഡ് ഒബ്സർവിംഗ്, gathering data, organizing and labeling data. Okay ആണോ? ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറഞ്ഞു ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അസൈൻമെന്റ് എഴുതുമ്പോഴാണ് നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഏറ്റവും വേണ്ടത്. നിങ്ങൾ ഈ ചവറ് പോലെ കിട്ടുന്ന അസൈൻമെന്റ്സ് എഴുതുന്നതിലും നിങ്ങൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതായത് സൈക്കോളജിയുടെ കേസിൽ ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ അതിലൊന്ന് വായിച്ചു നോക്കിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും കണ്ടന്റ് ഉള്ള ഒരു സാധനം എടുത്ത് എഴുതുന്നത് ഒരു എന്താണ്, അക്കാഡമിക് റൈറ്റിംഗ് ആണ്. അതെന്താണെന്ന് നിങ്ങളുടെ റീഡിംഗ് ഇംപ്രൂവ് ചെയ്യും. ഒരു ടെക്സ്റ്റും നിങ്ങൾ വായിക്കാതിരുന്നു കഴിഞ്ഞാൽ സൈക്കോളജിയിൽ നിങ്ങൾ ഒന്നും ആവാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് 2 വരിയെങ്കിലും വായിക്കാനുള്ള ഒരു അവസരമാണ് ഇഗ്നോ അസൈൻമെന്റ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇഗ്നോ എന്ത് പറയുന്നത്, ഇഗ്നോയുടെ മെറ്റീരിയൽ നോക്കി ആൻസർ ചെയ്യരുത്, അങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു പുസ്തകം തുറന്ന് വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അപ്ലൈയിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ടു സ്കിൽസ് ടു അപ്ലൈയിങ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ടു റൈറ്റിംഗ്. ഓക്കെ, ലേണിംഗ് ടു ആക്യുറേറ്റ്ലി സമ്മറൈസ്. അക്യുറേറ്റ്ലി സമ്മറൈസ് ചെയ്യാൻ, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് റൈറ്റിംഗിൽ എവിടേക്കാണ് വേണ്ടത്, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള സാധനം എഴുത്തിലേക്ക് വരുമ്പോൾ എവിടേക്കാണ് വേണ്ടത്. ഒന്ന്, അക്യുറേറ്റ്ലി സമ്മറൈസ് ചെയ്യാൻ, വലിച്ചു വാരി എഴുതാൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ വലിച്ചു വാരി എഴുതാൻ, സമ്മറൈസ് ചെയ്ത് പോയിന്റ് ആയിട്ട് നല്ല മെയിൻ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ പഠിക്കണം. നമ്മുടെ നോട്ട്സ് അങ്ങനെയാ വരുന്നത്. ഞാൻ ക്രിട്ടിക്കൽ സൈക്കോളജിയുടെ മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള നോട്ടാണ്, വാരി വലിക്കാതെ വേണ്ട കണ്ടൻസ്, പക്ഷെ അതിലെല്ലാം ഉണ്ടായിരിക്കും. നോക്കിക്കേ, 125 പേജസ് ഉണ്ട് എന്തിന്, നമ്മുടെ അക്കാഡമിക് ആയിട്ട്, അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സമ്മറി ഈസ് എ ഷോർട്ടർ കണ്ടൻസ്ഡ് വേർഷൻ ഓഫ് എ ലോങ്ങർ പീസ്. അതായത് ഒരു വലിയ ടോപ്പിക് നിങ്ങൾക്ക് ഒരു 5 മാർക്കിന് വരികയാണെങ്കിൽ അവിടെ സമ്മറി റൈറ്റിംഗ് ആണ് വരുന്നത്. അപ്പൊ സമ്മറി എന്ന് പറയുന്നതാണ് ഒരു ലോങ്ങർ പീസിന് ഷോർട്ടർ ആക്കി എഴുതണം. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചിന്തിക്കാം, വലിയ ടോപ്പിക് നിങ്ങൾക്ക് ചിലപ്പോൾ 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് എവിടെ വരും, എക്സാമിന് വരും. അപ്പൊ ആ ഒരു വലിയ പേസിനെ ഷോർട്ടർ ആക്കിയതിനാണ് സമ്മറി എന്ന് പറയുന്നത്. ഒരു വലിയ ടോപ്പിക് 5 മാർക്കിന് ആൻസർ ചോദിക്കുമ്പോൾ സമ്മറിയാണ് നിങ്ങൾ എഴുതേണ്ടത്.
To accurately summarize what someone is saying or what you are reading is in an article, you will need to listen and observe carefully. കാരണം accurately summarize ചെയ്യണമെങ്കിൽ അതൊരു വലിയൊരു ടോപ്പിക് ഒരു 5 മാർക്കിൽ ചുരുക്കി എഴുതണമെങ്കിൽ നിങ്ങൾ ആ ആർട്ടിക്കിൾ നന്നായിട്ട് വായിക്കണം, ഒബ്സർവ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഇരുന്ന് വായിച്ച് പെറുക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ നോട്ട്സ് ചുരുക്കിയിട്ട് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഐ ഷോ യു, ഒന്ന് കാണിച്ചു തരാട്ടോ. ഇതിപ്പോ നമ്മുടെ ഫിസിയോളജിയാണ്, സൈക്കോളജി എടുക്കാം. ഒരു മിനിറ്റ്. ഇത് നമ്മുടെ സൈക്കോളജിയുടെ നോട്ടാണ്, നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ നോട്ടാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ ഡെഫിനിഷൻ ഒക്കെ കുറെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ വളരെ നീട്ടി വലിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ഇൻട്രൊഡക്ഷൻ പാർട്ട് ആണല്ലോ. കമ്മിങ് ടു സെക്കൻഡ് ചാപ്റ്റർ നോക്കിയേ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. ആ നേച്ചർ ആൻഡ് സ്കോപ്പ് എഴുതുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട്, അല്ലെങ്കിൽ ഏർലി ഡിവിഷൻസ് നോക്കുന്ന സമയത്ത് നോക്കിയേ, ഈ എക്സ്പെരിമെന്റിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വലിയൊരു ഭാഗമായിരിക്കും, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോയിന്റ്സ്, കാരണം അത്രയും നിങ്ങൾക്ക് എഴുതാൻ സമയം കിട്ടത്തുള്ളൂ. സോ അത് ഏതാണെന്ന് കണ്ടെത്തി ഇതിലേക്ക് ഇടുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്. മനസ്സിലായോ? അതായത് എക്സ്പെരിമെന്റൽ, അതായത് ഏർലി ഡിവിഷൻസ് ഓഫ് സൈക്കോളജിയിൽ എക്സ്പെരിമെന്റൽ ഡിവിഷനിൽ എന്തൊക്കെ എഴുതണം, അത് വലിയൊരു പാരഗ്രാഫ് ആണെങ്കിൽ അതെന്താക്കാണ് നമ്മൾ കുറുക്കിയിട്ട് വേണ്ട പോയിന്റ്സ്, അതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് സ്കിപ്പ് ചെയ്യാതെ എഴുതുകയാണ്. ദിസ് ഇസ് വാട്ട് വി കോൾ സമ്മറൈസിങ്. സൈക്കോളജിയുടെ എല്ലാ മെറ്റീരിയൽസും എന്താണ്, സമ്മറൈസിംഗിലാണ് വരുന്നത്. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ആ ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യണം, അതേസമയം നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മെയിൻ പോയിന്റ്സ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ആവുകയും വേണം. There is always the risk of misunderstanding what you read or hear. So it is important to pay attention, ask for clarification or reread and take notes if required. കേട്ടോ, നമ്മൾ വലിയ ഭാഗം വായിക്കുമ്പോൾ അല്ല ആരും പറഞ്ഞു തരുമ്പോഴൊക്കെ എന്താണ് നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ഞാൻ ഈ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് 3-4 വട്ടം വായിക്കും. ഏതെങ്കിലും ഇപ്പോഴും ഞങ്ങൾ വീണ്ടും തിരുത്തിയിട്ടുണ്ട്. തേർഡ് ഇയറിന്റെ എൻവയോൺമെന്റ് കുറച്ച് കടുപ്പുള്ള ഒരു വിഷയമായിരുന്നു. സോ ഞാൻ വീണ്ടും നോട്ട് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ഏരിയാസ് മിസ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും തിരുത്തി. ഇപ്പൊ നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നത് 1-1-1 ആണ്. എന്തെങ്കിലും ആഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും നോക്കും, എവിടെയെങ്കിലും സ്കിപ്പ് ആയി പോകണം. എങ്ങനെയാണത് നോക്കുക? പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട്. സോ അവിടെ എപ്പോഴും നമ്മൾ എന്താണ് സമ്മറൈസ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നോ കേട്ടുന്നോ അല്ല, വീണ്ടും വീണ്ടും വായിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വലിയ ചാപ്റ്റർ അല്ലെങ്കിൽ വലിയൊരു ടോപ്പിക്കിനെ കുറുക്കി എഴുതുന്നത്. Before making your own judgment about the content you are reading, it is necessary to ensure that you are properly comprehending the context. അതായത് നിങ്ങൾ ജഡ്ജ്മെന്റ് ചെയ്ത് ഇന്ന പോയിന്റ്സ് തീരുമാനിക്കുന്ന പോലെ ആ മൊത്തം കോണ്ടെക്സ്റ്റ് കുറുക്കി മനസ്സിലാക്കേണ്ട ആവശ്യകത നിങ്ങൾക്കുണ്ട്. എന്നിട്ട് വേണ്ട പോയിന്റ്സ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. To do this, you will also need to carefully read the argument of what is presented and understand how the ideas in the argument are logically connected. കേട്ടോ, ആ ഒരു മൊത്തം സാധനം നിങ്ങളുടെ ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഇട്ടിട്ട് ആ കണ്ടന്റ് ഒരിക്കലും മാറാത്ത രീതിയിൽ, ചില ആ ഭാഗം വായിച്ചാൽ ആ കണ്ടന്റ് കംപ്ലീറ്റ് ആയിരിക്കും. അതിനെന്താണ് ഇത്ര വില? അതാ ഞാൻ പലരോട് പറയാറുണ്ട്, ഇഗ്നോയുടെ ടെക്സ്റ്റ് നിങ്ങൾ മേടിക്കണ്ട, നമ്മുടെ മെറ്റീരിയൽ മേടിച്ചാൽ മതി. കാരണം നിങ്ങളുടെ ഇഗ്നോയുടെ ടെക്സ്റ്റിലുള്ള എല്ലാ പ്രധാനപ്പെട്ട പോയിന്റും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ? ഐ ലേൺ accurately to summarize. ഇത് എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ എന്റെ ഡിഗ്രി കാലത്തിൽ എന്റെ നോട്ട് ഞാൻ സ്വയം എഴുതലായിരുന്നു. 3 ടെക്സ്റ്റ് ബുക്കൊക്കെ വീട്ടിൽ, സത്യമാണ് കേട്ടോ, എന്റെ നോട്ട് ഇപ്പോഴും അവൈലബിൾ ആണ്, നെറ്റിൽ പോലും അവൈലബിൾ ആണ്. ഞാൻ 3 ടെക്സ്റ്റ് ബുക്കൊക്കെ വീട്ടിൽ ചുമന്നോട്ട് പോയിട്ട് 3 വായിക്കും. എന്നിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ട് ഇങ്ങനെ എഴുതിയെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അന്ന് മുതലേ എനിക്ക് ഈ നോട്ട് പ്രിപ്പറേഷൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഡിഗ്രിക്ക് ആയിട്ടൊരു PG, ഇപ്പോഴും PGയിലൊക്കെ ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയ നോട്ട് ഇപ്പോഴും കുട്ടികൾ യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. സോ ഒരു വസ്തുവിനെ സമ്മറൈസ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. അതായത് മൊത്തം വായിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റും സ്കിപ്പ് ചെയ്യാതെ പ്രധാനപ്പെട്ട എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ലേണിംഗ് ടു ആക്യുറേറ്റ്ലി സമ്മറൈസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. ഓക്കെ, ഇനി ലേണിംഗ് ടു ഡീറ്റെയിൽ. When you are reading or observing anything, it is essential to note down the various detail that you can notice. കണ്ടോ, ഡീറ്റെയിലിംഗ് വേണം. അതായത് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്റെ നോട്ട് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് കണ്ടിട്ടുണ്ടോ എന്നല്ല, എന്തെങ്കിലും പ്രധാനപ്പെട്ട ഭാഗം ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കും.
It's a kind of critical thinking. As you observe more detail, your understanding will become more sophisticated and complex. എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുന്നത് അത്രത്തോളം നിങ്ങൾ എന്താവും ആ ഒരു വിഷയത്തില് ആധികാരികത നിങ്ങൾക്ക് ഉണ്ടാവും. While summarizing will give you an overall idea about what you are reading or observing. Detailing will help you thinking about the different layers of idea. ഇപ്പൊ നിങ്ങൾ ഒരു ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം, സമ്മറൈസ് ചെയ്യാം. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരാൾക്ക് സമ്മറൈസ് ചെയ്ത് ആൻസർ ചെയ്താൽ സിമ്പിൾ ആയി. ഇനി ലേണിംഗ് ടു ഓർഗനൈസ് ആൻഡ് ഇവാലുവേറ്റ്. ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, നമുക്ക് സമ്മറൈസ് ചെയ്യണം, പക്ഷെ അത് എങ്ങനെ ഓർഗനൈസ്. അപ്പൊ ഞാൻ എപ്പോഴും ആൻസർ ചെയ്യുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ആ വിഷയത്തെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വേണം. അതിനുശേഷമാണ് അതിന് പ്രധാനപ്പെട്ട 1, 2, 3 പോയിന്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്ത ശേഷം വേണം എന്ത് എഴുതാൻ, ബോഡി എഴുതാൻ. അവസാനം ഒരു പോയിന്റ് കൺക്ലൂഷൻ കൂടെ കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഇതൊരു പാറ്റേൺ ആണ്. അപ്പൊ എക്സാമിന് ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും ഏത് ചാപ്റ്ററിനാണോ ക്വസ്റ്റ്യൻ, ആ ചാപ്റ്ററിനെ പറ്റി ഒരു വരി ഇൻട്രൊഡക്ഷൻ ചെയ്താൽ, പിന്നെ ആ ക്വസ്റ്റ്യനെ പറ്റി 2, 3 പോയിന്റ് ഇൻട്രൊഡക്ഷൻ ചെയ്താൽ, അതിനുശേഷം മാത്രം ആൻസർ ചെയ്താൽ, അങ്ങനെ എഴുതുമ്പോൾ 10 മാർക്ക് ആൻസറും വളരെ നീറ്റ് ആയിരിക്കും. ഇതെങ്ങനെയാണ് ലേണിംഗ് ടു ഓർഗനൈസ് ആൻഡ് ഇവാലുവേറ്റ്. ഓക്കെ. Critical thinking primarily involves learning to identify patterns in what you are observing and reading and organize the information data according to certain labels and categories. Critical thinking എന്ത് ചെയ്യുന്നുണ്ട്, primarily involves learning to identify patterns. ഏത് പാറ്റേൺ ആണ്, വാട്ട് യു ആർ ഒബ്സർവിംഗ് ആൻഡ് റീഡിങ്, എന്താണ് നിങ്ങൾ വായിക്കുന്നത്, എന്താണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് അതെന്താക്കുന്നു, ഒരു സർട്ടൻ ലേബൽ ആൻഡ് കാറ്റഗറിയിലേക്ക്. ഞാൻ എപ്പോഴും എന്റെ ആൻസർ ഷീറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്, സബ് ഹെഡിങ് എഴുതുമ്പോൾ ഒരു അണ്ടർലൈൻ ഒക്കെ ചെയ്യണം. എന്നിട്ട് അതിന് താഴെയായിട്ട് എന്റെ നോട്ടും അങ്ങനെയായിട്ട് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇപ്പൊ ഫണ്ടമെന്റൽ എലമെന്റ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ എലമെന്റ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്താ ഒരു 3 പോയിന്റ് എഴുതി വെക്കണം. അതിനുശേഷം എന്ത് എഴുതിയിരിക്കുക, ഫണ്ടമെന്റൽ എലമെന്റ്സ് ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ് ഹെഡിങ് കൊടുക്കുക, അത് അണ്ടർലൈൻ ചെയ്യുക, പിന്നെ ABC എന്നിട്ടിട്ട് എന്ത് ചെയ്യുക, ഇത് 3 എഴുതി വെക്കുക. അതിനുശേഷം എന്താക്കാം, applying critical thinking skill to writing കൂടി എഴുതി വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത്, നോട്ട് പോലും ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല, എങ്ങനെ ആൻസർ എഴുതാം. അതായത് ഫണ്ടമെന്റൽ എലിമെന്റ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് നേരെ ലിസ്റ്റിംഗ് ആൻഡ് ഒബ്സർവിംഗ് തുടങ്ങരുത്, അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. അവിടെ എന്താക്കണം, ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്നുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ഈ ഒരു പോയിന്റ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. അതിനുശേഷം ഫണ്ടമെന്റൽസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് കണ്ടിട്ട് ഈ 3 എഴുതണം. അതിനുശേഷം അപ്ലൈയിങ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ടു റൈറ്റിംഗ് കൂടി ഇടുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, 10 മാർക്ക് കിട്ടുന്നത്. This requires an evaluation of what are you observing and reading. There are 2 aspects of evaluation. First, we can classify what we read and observe in different categories to understand how larger whole can be broken down into smaller elements. എന്തൊക്കെയുണ്ടെന്ന് ക്ലാസിഫൈ ചെയ്യും. ഇപ്പൊ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലായി, ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ എന്തുണ്ട്, ഫണ്ടമെന്റൽസും ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റിംഗിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 3 ഘട്ടമാണ്. അപ്പൊ ആദ്യം എഴുതണം, ഇൻട്രൊഡക്ഷൻ എഴുതണം, പിന്നെ ഫണ്ടമെന്റൽസ് എഴുതണം, പിന്നെ അപ്ലൈയിങ് ടു റൈറ്റിംഗ്. ഇങ്ങനെ എഴുതുമ്പോഴാണ് നോക്കുന്ന ടീച്ചേഴ്സ് പോലും ഇംപ്രസ് ആവുക. സെക്കൻഡ്, we can build our own judgment about what we read and observe. We will call this interpretation. ഇനി നമുക്കത് ജഡ്ജ്മെന്റ് കൊണ്ടുവരാം. അത് തീരുമാനിച്ചു വെച്ചു, ഇങ്ങനെയൊക്കെ എഴുതുന്നത് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഹെഡിങ്ങിന് വര കൊടുക്കണം, ഒരു വരി വിടണം, എന്നിട്ട് പോയിന്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ പാരഗ്രാഫ് എഴുതാം. ഇതൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാം. Hidden curriculum refers to the unwritten, unofficial, and often unintended lesson values and perspective that students learn in school. While the formal curriculum consists of the courses, lessons, and learning activities students participate in, and as well as the knowledge and skills educated intentionally teach to students, the hidden curriculum consists of the unspoken or implicit academic, social, and cultural message that are communicated to students while they are in school. Hidden curriculum ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ആൻസർ ചെയ്തപ്പോഴുള്ള കാര്യം ഹിഡൻ കരിക്കുലാണ്. കാരണം ഞാൻ എപ്പോഴും എനിക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നതിന്റെ പേപ്പർ നല്ല നീറ്റാണ്. പിന്നെ എഴുതുന്ന സമയത്ത് ഞാൻ സൈഡ് ഹെഡിങ്സ് നല്ല ഹൈലൈറ്റ് ചെയ്യും, ഹെഡിങ്സ് ഹൈലൈറ്റ് ചെയ്യും, ഒക്കെ ചെയ്യും. അതൊരു ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന ഒരു റിട്ടേൺ ആയിട്ടുള്ള കാര്യമില്ല, ഹിഡൻ കരിക്കുലാണ്. കാരണം
നോക്കുന്ന ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്താൽ മാർക്ക് കിട്ടും. സോ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതാണ്. ഇപ്പൊ നോക്കിക്കേ, ഇൻട്രൊഡക്ഷൻ എഴുതി, ഫണ്ടമെന്റൽ എലിമെന്റ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്തു, ലിസ്റ്റിംഗ് ആൻഡ് ഒബ്സർവിംഗ്, അതൊരു അണ്ടർലൈൻ ചെയ്ത് ഇത് എഴുതാണ്, ഗ്യാതറിംഗ് ഡാറ്റ അണ്ടർലൈൻ ചെയ്ത് എഴുതാണ്. ഇതൊക്കെ എഴുതി സ്വന്തം ഭാഷയിലാണ് എഴുതുന്നത്. ഇത് നോക്കുന്ന ഒരു ടീച്ചറിന് മനസ്സിലാവും ഈ കുട്ടി പഠിച്ചിട്ട് എഴുതിയതാണ്. സോ ഡെഫിനറ്റ്ലി മാർക്ക് ഇടാതെ പോകത്തില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണ് മാം. എല്ലാരും ഇത് പറയുമോ? ഓക്കെ മാം. ഇന്നലെ എനിക്ക് നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആയിഷ ഷദ്ദാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡന്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇന്നലെ നമുക്ക് ആയിഷ ഷദ്ദാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അസൈൻമെന്റ് എഴുതാൻ നമ്മൾ ഗൈഡ് ചെയ്യും, ഞങ്ങൾ തന്നെ അത് എന്തും ചെയ്യും, മോണിറ്റർ ചെയ്യും. ഐ വിൽ ഷോ യു. ആയിഷ ഷദ്ദാൻ എനിക്ക് എന്ത് ചെയ്തു, ടെക്സ്റ്റ് ബുക്സ് നോക്കിയിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്തു, ഫസ്റ്റ് ആൻസർ എഴുതി. ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്, ഐ വിൽ ഷോ യു. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് കേട്ടോ, ക്ലോസ് ചെയ്തു പോയി ഞാൻ. ഒറ്റ സെക്കൻഡ്, ക്ലോസ് ചെയ്തിട്ട് കാണുന്നില്ല. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എടുത്തു വെച്ചായിരുന്നു, ഇപ്പൊ ഞാൻ ക്ലോസ് ചെയ്തു. ഒറ്റ സെക്കൻഡ് കേട്ടോ. റിയലി സോറി, ഞാൻ ക്ലോസ് ചെയ്തു, വരുന്നില്ല. ആ യെസ് യെസ്, ഓക്കെ, വന്നു കേട്ടോ, കാണിച്ചത്. നമ്മള് എങ്ങനെ അസൈൻമെന്റ് എഴുതണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്നലെ നമ്മുടെ സ്റ്റുഡന്റ് ആയിഷ ഷദ്ദാൻ, പുള്ളിക്കാരി ഷദ്ദാൻ എന്നല്ല പേര്, എഴുതി. അപ്പോ എന്നോട് ചോദിച്ചു, മാം 101 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ഫോർ അസൈൻമെന്റ് ഏത് ടെക്സ്റ്റ് ആണ് റെഫർ ചെയ്യുന്നത്. പിന്നെ അവർക്ക് മനസ്സിലായി, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് പുള്ളിക്കാരി എഴുതി. ആണോ, നേച്ചർ ആൻഡ് സ്കോപ്പ് നമ്മൾ പറഞ്ഞു കൊടുത്ത അതേ രീതിയിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചു, ഇതിനെന്തെങ്കിലും ഇനി നോക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഷി ആസ്ക്ഡ്, മാം ക്യാൻ യു കമന്റ് ഓൺ മൈ ഫസ്റ്റ് 2 pages. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യണം, ഈ സൈഡ് ഹെഡിങ്സ് എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ മെയിൻ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ആള് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ലൈന് വരച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ എല്ലാ പേപ്പറിലും ലൈൻ വരയ്ക്കേണ്ട, ഇതുപോലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കെച്ച് പെന്ന് വെച്ചിട്ട് വരച്ചു വെക്കാം. എന്നിട്ട് അതിങ്ങനെ അടിയിൽ വെച്ചിട്ട് മുകളിൽ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ വരെയുള്ള പോലെ തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് അണ്ടർലൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്താവും, ഓർഗനൈസ്ഡ് ഫാഷനിലേക്കായിട്ട് മാറും. നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ആൻഡ് ഷിയ കമൻ, താങ്ക് യു ഫോർ യുവർ ബ്യൂട്ടിഫുൾ സജഷൻസ്. ഇങ്ങനെയാണ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ട് എഴുതാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ഡിഗ്രിക്കാരാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്ത്, ഡിഗ്രിയാണ് കിട്ടാൻ പോകുന്നത്. അത് ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചിട്ട് നാഷണൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നൊരു ഡിഗ്രിയാണ് കിട്ടുന്നത്. അത് കുറച്ചൊക്കെ എഫേർട്ട് എടുത്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം. അറ്റ്ലീസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ്, അതൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? പറഞ്ഞേ. എല്ലാം ക്ലിയർ ആയി. ഓക്കെ, നല്ല
ശരിക്കും ഇത് നമ്മളെ ചെറുതിലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ട ടോപ്പിക് അല്ലേ? മാം ഇനി ഡെയിലി ക്ലാസ് ഉണ്ടാവോ? ഉണ്ട്, ഡെയിലി ഉണ്ട്. 2 സെഷനാണ്. അക്കാഡമിക് റൈറ്റിംഗ്സ് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. 107 ആണ് നമ്മൾ അടുത്ത് എടുക്കാൻ വേണ്ടി പോകുന്നത്. സൈക്കോളജിസ്റ്റ് ആഷ്മിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഡെയിലി 2 സെഷൻ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ച് 2 സെഷൻസ് ആണ് ഉണ്ടായിരിക്കുക, ഡെയിലി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അക്കാഡമിക് റൈറ്റിംഗ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാനൊരു അക്കാഡമിക് റൈറ്റിംഗിന്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നെങ്കിലും നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാനും എക്സാം എഴുതാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് അത് പഠിപ്പിച്ചു തരുന്നത്. കുഞ്ഞു കുഞ്ഞു വർക്കുകളും തരാനുള്ള പ്ലാൻ ഉണ്ട്. ഓക്കെ ആണോ? കാരണം എന്താണെന്നറിയോ, അക്കാഡമിക് റൈറ്റിംഗ് ഞാൻ പഠിച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കാം. ദിസ് ഇസ് വാട്ട് സൈക്വസ്റ്റ് ഓഫേഴ്സ് യു. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്ട്സും ഓരോ കുട്ടികളിലേക്കും എത്തിക്കുക എന്നുള്ളത്. ഐ ആം നോട്ട് എ ഇംഗ്ലീഷ് ടീച്ചർ, പക്ഷേ ഞാൻ പഠിച്ചിട്ട് വൃത്തിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു, അതെനിക്ക് ഉറപ്പ് തരാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? ഹലോ മാഡം, സോറി, എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ ഇപ്പോഴും ജസ്റ്റ് ജോയിൻ ചെയ്തേ ഉള്ളൂ. ഞാൻ വീഡിയോ തരും. ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും തരും, കാരണം എന്റെ കുട്ടികളിലേക്ക് എത്തണം. ഇത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും നാളെ. അതുപോലെ തന്നെ വൈകിട്ട് കൗൺസിലിംഗിന്റെ 3rd ഇയറിന്റെ കൗൺസിലിംഗിന്റെ ഫ്രീ ക്ലാസ് വരുന്നുണ്ട്. അതിൽ പറ്റുന്നവരൊക്കെ കയറാം. ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നിങ്ങൾ കയറിക്കോ, കൗൺസിലിംഗ് അല്ലേ. അപ്പൊ കൗൺസിലിംഗ് എന്താന്നൊക്കെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഓക്കെ മാം, താങ്ക് യു. ക്രിയേറ്റീവ് റൈറ്റിംഗ് മാം എടുക്കൂലേ? ഏതോ ക്രിയേറ്റീവ് എടുക്കും. അക്കാഡമിക് കഴിഞ്ഞ ക്രിയേറ്റീവ്, അക്കാഡമിക് പഠിപ്പിക്കാതെ ക്രിയേറ്റീവിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ക്രിയേറ്റീവ് എടുത്തവർ നിർബന്ധമായിട്ടും അക്കാഡമിക് പഠിക്കാൻ നോക്കുക. ഇങ്ങനെ സബ്ജക്ട് എടുത്തിട്ടില്ലെങ്കിലും ഇതൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. കൂടെ ഉണ്ടാവും. അപ്പൊ ഈ പ്രാവശ്യം മുതൽ നിങ്ങൾക്ക് ഇൻചാർജ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ നോട്ട്സും കാര്യങ്ങളും അസൈൻമെന്റ്സും ഒക്കെ നോക്കാനും തിരുത്തി തരാനൊക്കെ ഞാനും എന്റെ 3 സൈക്കോളജിസ്റ്റുകളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഫസ്റ്റ് ഇയറിന് ഇൻചാർജ് ആൻഡ്രോഷ്നി, സെക്കൻഡ് ഇയറിന് ഇൻചാർജ് ആഷ്മി ആന്റോ, 3rd ഇയറിന് ഇൻചാർജ് മൈത്രേയ്. 3 പേരും നിങ്ങളുടെ ഓരോ ക്ലാസ് ഇപ്പൊ ഇൻചാർജ് ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് നിങ്ങളെ കുറച്ച് ഉന്നതിയിലേക്ക് എത്തിക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹമായിട്ടാണ് ഉള്ളത്. സോ നിങ്ങള് സൈക്കോളജിസ്റ്റ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താണ് നിങ്ങൾ ആധികാരികമായിട്ട് അത്രയും ആഗ്രഹിച്ച് പഠിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഡു ജോയിൻ വിത്ത് അസ്. ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അപ്പൊ ഹോപ്പ് ദ സെഷൻ വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ ഇന്ന് രാത്രി കൗൺസിലിംഗിന്റെ ഫ്രീ ക്ലാസ്സുമായി വീണ്ടും കാണും. അതുവരെ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സ് ഈ ക്ലാസ്സിനെ കുറിച്ച്, അക്കാഡമിക് റൈറ്റിംഗ് എന്ന ഈ ക്ലാസ്സിനെ കുറിച്ച് നമ്മുടെ സൈക്കോളജിയുടെ ഗ്രൂപ്പിൽ പറയുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. Thank you so much. Bye-bye. Okay, thank you, ma'am. Thank you, ma'am. Thank you, ma'am.